يا رب العالمين. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. നിങ്ങളുടെ നാട്ടുകാരനും ഞാൻ ജോലി ചെയ്യുന്ന അരീക്കോട് മജ്മഅയിലെ ഒരു അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും സുപരിചിതമാണ്. മുണ്ടമ്പ്ര എന്ന ഈ നാട് കഴിഞ്ഞ തലമുറയിൽ ഈ നാടിന് ലോകത്ത് കേരളത്തിന്റെ മുക്കുമൂലകളിലൊക്കെ അഡ്രസ് ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഇബ്രാഹിം ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ഖബറിടം സ്വർഗപൂങ്കാവനമാക്കി മാറ്റുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പരിപാടിയും നമ്മുടെ എല്ലാ സംഗതികളും വിജയത്തിലെത്തിക്കുമാറാവട്ടെ. എന്നാൽ ഇന്ന് പുതിയ തലമുറയിൽ ഈ നാടിന് അഡ്രസ് ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം ഖുർആൻ പ്രഭാഷണങ്ങളുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ്. അദ്ദേഹത്തിന് നാട്ടുകാരായ നിങ്ങൾ നൽകുന്ന ഒരു അംഗീകാരമാണ് സത്യത്തിൽ ഈ 3 ദിവസത്തെ പരിപാടി എന്ന് നമുക്ക് പറയാം. സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ ഏപ്രിൽ 18, 19, 20 തീയതികളിൽ മഞ്ചേരിയിൽ മർഹൂം മുർഖാദി നഗർ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഖുർആൻ പ്രഭാഷണ വേദിയാണ് ഇത് എന്ന സംഘാടകരിൽ നിന്നറിഞ്ഞു. ഷാഫി ഉസ്താദിന്റെ ഈ തിരക്കിനിടയിലും ഞങ്ങളുടെ കൊച്ചു പാവണ്ണയിൽ നടത്തുന്ന ഖുർആൻ പ്രഭാഷണം അൽഹംദുലില്ലാഹ് ഒട്ടേറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ക്ലബ്ബുകളിൽ ലൗകിക ജീവിതത്തിൽ മതിമറന്നുല്ലസിച്ചിരുന്നൊരു സമൂഹം അവരുടെ ക്ലബ്ബുകളിലുള്ള ടിവികൾ വരെ വെറും വാർത്തയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് മറ്റുള്ള സമയങ്ങളിൽ പൂട്ടിയിടുന്ന ഒരവസ്ഥ വരെ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ് നടത്തിയ ആ പ്രഭാഷണം കൊണ്ട് ഞങ്ങളുടെ നാടുകളിൽ സാധിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. كلما ذكرك الذاكرون وغفل عن ذكرك الغافلون، وكلما أحبك المحبون وأبغضك المبغضون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا 7 سماوات طباقا ما ترى في خلق الرحمن ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ظلمت سنة من نحي الظلام إلى أن اشتكت قدماه الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد ആദരണീയരായ അരീക്കോട് മച്ചുമൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദിർ ഹസനി ഉസ്താദ്, അരീക്കോട് മേഖല SYS സെക്രട്ടറി, ബഹുമാന്യരായ വഹാബ് സാറ് പാവണ്ണ, യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ മിസ്ബാഹി, മറ്റു ഗുരുനാഥന്മാർ, പണ്ഡിത സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ,
നാട്ടിലെ നല്ലവരായ സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, വേണ്ടപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമായ മുസ്ലിം സുഹൃത്തുക്കൾ, അയൽ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കാരണവന്മാർ, വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ചുരുങ്ങിയത് നേരിട്ടുള്ള ഒരു അർത്ഥതലമെങ്കിലും പറയണമെങ്കിൽ ഒരു പഞ്ചദിന പ്രഭാഷണമെങ്കിലും ആവശ്യമുള്ള സൂറത്തുൽ മുൽക്കിന്റെ പൊരുളുകളിലൂടെയുള്ള ഈ യാത്ര കേവലം 3 ദിവസമാണ് നമുക്ക് നീണ്ടു നിൽക്കുന്നത്. നാട്ടുകാരനായ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങളെ എനിക്ക് പരിചയപ്പെടേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആയതുകൊണ്ട് തന്നെ ആമുഖ ഭാഷണം നീട്ടാതെ വിഷയസംബന്ധിയായി സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 30 ആയത്തുകളുള്ള സൂറത്തു തബാറക്കയെ സൂറത്തുൽ മുൽക്ക് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. പക്ഷേ നാം പലപ്പോഴും സൂറത്തുകൾക്ക് നാമം പറയാറുള്ളത് ആ സൂറത്ത് തുടങ്ങുന്ന വചനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 വചനങ്ങൾ കൊണ്ടോ ഒക്കെ പറയുന്ന ഒരു ശൈലി കേരളീയരായ നമുക്കിടയിലുണ്ട്. തബാറക, ലംയകുലി, ഇങ്ങനെ തുടങ്ങിയിട്ട് നാം പ്രയോഗിക്കാറുണ്ട്. സംഗതി സൂറത്തുൽ മുൽക്കാണ്, സൂറത്തുൽ ബയ്യനയാണ്. പക്ഷേ നാം പറയാറുള്ളത് അങ്ങനെയാണ്. അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ ഹദീസിൽ അതിന് തെളിവുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ സൂറത്തു സൽസലയെക്കുറിച്ച് ഇദാ സുൽസിലത്തി എന്ന് പറഞ്ഞത് കാണാം. സൂറത്തുൽ ബയ്യനയെക്കുറിച്ച് ലം യകുനി എന്ന് പറഞ്ഞത് കാണാം. സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് തബാറക എന്ന് വിശേഷിപ്പിച്ചത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു പേര് അങ്ങനെയും ഒരു പേര് പറയാം എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ നാമം തബാറക്കയാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്ററുകളിലും ലഘുലേഖകളിലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ അത് പരിചയപ്പെട്ടു. പലപ്പോഴും സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ അധ്യായം എന്നുപോലും നമുക്കറിയില്ലേ എന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുക്കാൻ കാരണം. 30 ആയത്തുകളുള്ള ഈ അധ്യായത്തെ നാം 3 ദിവസം കൊണ്ട് നോക്കിക്കാണുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 വീതം ആയത്തുകളെങ്കിലും ഒരു ദിവസം ചർച്ച ചെയ്യണം. പക്ഷെ എങ്ങനെ പറഞ്ഞാലും ഇന്ന് 5 ആയത്തിലധികം ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ കലാം കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ. ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കൾ നമുക്ക് വിശദീകരിച്ചു തന്ന ഖുർആൻ വ്യാഖ്യാനങ്ങളെ ചുവടുപിടിച്ചു മാത്രം നാം അത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരുടെ വിലപ്പെട്ട ഗ്രന്ഥത്താളുകളിലെല്ലാം കാണുന്ന ആശയങ്ങൾ ഒരല്പമെങ്കിലും കൂട്ടിച്ചേർത്ത് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 5 ദിവസമല്ല 10 ദിവസമല്ല കാലാകാലം പറഞ്ഞാലും തീരില്ല എന്ന് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പുതുമ. ഈ അധ്യായം അവതരിപ്പിക്കാൻ വേണ്ടി ഏകദേശം ഒരു 35ഓളം തഫ്സീർ ഗ്രന്ഥങ്ങളെ സമീപിച്ചു. തഫ്സീർ ഗ്രന്ഥങ്ങളെ നോക്കിയപ്പോഴും വായിച്ചപ്പോഴും ഉണ്ടായത്, പടച്ചവനെ ഇതെങ്ങനെ പറഞ്ഞു തീർക്കും? റഹ്മാനായ റബ്ബ് ഈ സദസ്സ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. റഹ്മാനായ റബ്ബേ, നിന്റെ ആരുറപ്പുള്ള വചനങ്ങളെ ഞങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളിൽ വല്ല അപാകതകളും വന്നു പോകുന്നുണ്ടെങ്കിൽ നീ അത് നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് പൊരുത്തപ്പെട്ടു തരണം റഹ്മാനെ. പടച്ചവനെ, നിന്റെ കലാം അർഹിക്കുന്ന രൂപത്തിൽ സ്വൽപ്പമെങ്കിലും ഇത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ മുൽക്ക് 30 വചനങ്ങളാണ്, 30 ആയത്തുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഈ അധ്യായം ഇറങ്ങുന്നത്
ഹിജ്റയുടെ മുമ്പാണ്. ഈ അധ്യായത്തിന് ഇസ്ലാമിക പണ്ഡിതർക്കിടയിൽ ഖ്യാതി നേടിയ ഒരുപാട് നാമങ്ങളുണ്ട്. സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മാനിയ, സൂറത്തുൽ മുൻസിയ എന്നൊക്കെ ഈ അധ്യായത്തെ വിളിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇത് പ്രതിരോധാധ്യായമാണ്. അതുകൊണ്ട് മാനിയ, പ്രതിരോധാധ്യായം എന്ന് വേണമെങ്കിൽ വിളിക്കാം. മുൻസിയ, ഈ അധ്യായം നിങ്ങളുടെ രക്ഷകനാണ്, ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻസിയ എന്ന് വിളിക്കാം. വാഖിയ, ഖബർ ശിക്ഷയെ തൊട്ട് നിങ്ങളെ കാക്കുന്ന അധ്യായമാണെന്ന നിലക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂറത്തുൽ വാഖിയ എന്നും പറയാം. വാഖിഅ മറ്റൊന്നുണ്ട്, അത് നമ്മൾ ഏകദേശം 19 സീഡികളിലൂടെയായി കഴിഞ്ഞ റമദാനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി അവതരിപ്പിച്ച് അത് പൊതുജനങ്ങളിലേക്ക് നാം എത്തിച്ചു കൊടുത്തതാണ്. എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി, നമ്മുടെ മുണ്ടമ്പ്രയിൽ നടന്ന ഈ പരിപാടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മണ്ണും നമ്മുടെ ഈ മണ്ണുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും എത്താനിരിക്കുന്നു. നമ്മൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു കച്ചവടക്കണ്ണോടുകൂടെയല്ല, ചെറിയ കാശിന് മാത്രം സൗജന്യ റൈറ്റിന് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. ആരെങ്കിലും ഒരാളെങ്കിലും നന്നായാൽ അതെന്റെ ഖബറിലേക്ക് ലഭിക്കും. ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ ഓടി നടന്ന പ്രവർത്തകർക്കൊക്കെയും ഇതിന്റെ നേട്ടം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നാം ഇങ്ങനെ ഒരു പരിപാടിക്ക് മുതിരുന്നത്. ഇൻഷാ അല്ലാഹ് ചെറിയ തുകക്ക് തന്നെ അത് നൽകുമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് 3 ദിവസം പ്രഭാഷണം നടത്താം. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ, ഇതിൽ സംഘടിച്ചതിന്റെ പേരിൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തബാറക്കയുടെ വചനപ്പൊരുളുകളിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ഈ സ്റ്റേജ് സംവിധാനിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഉസ്താദിന്റെ നാമധേയത്തിലാണ്. അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം പറയാനുള്ള ഒരു മഹാനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നാട്ടുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വലിയ മനുഷ്യനെ കുറിച്ച് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതില്ല. ഇപ്പോഴും ഉസ്താദിന്റെ മഖബറയിൽ ചെന്നാൽ തന്നെ ആ ഒരു അന്തസ്സും ആ ഒരു ഇസ്സത്തുമൊക്കെ ആ കബറുംപുറത്തുള്ള ചെടികൾ തന്നെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ മുമ്പ് മരിച്ചുപോയ, എത്രയോ വഫാത്തായി പോയ, മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവരെയൊക്കെ കടത്തിവെട്ടുന്ന രൂപത്തിൽ ഒരു വടാവൃക്ഷമായിട്ട് തന്നെ അത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഭൂമി ലോകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കൂ. പരലോകത്ത് നമ്മുടെ ജീവിതത്തിന് തിളക്കം കിട്ടണമെങ്കിൽ, നമ്മുടെ ആത്മാവിന് റാഹത്തും സന്തോഷവും കിട്ടണമെങ്കിൽ നിർബന്ധമായും നാം ഭൂമി ലോകത്ത് വെച്ച് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യേണ്ടതുണ്ട്. ആ ഖിദ്മയിൽ പെട്ടതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓടി നടന്ന് സംഘടിപ്പിച്ച ഈ വേദി. ഇത് സംഘടിപ്പിക്കാനുള്ള ചെലവ് വളരെ വലിയ ചെലവുണ്ട്. മാത്രമല്ല, ഇത് ഇത്രയും വലിയ പ്രചരണം കൊടുത്ത് നടത്തണമെങ്കിൽ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അധ്വാനിച്ചിട്ടുണ്ടെന്നത് സത്യമാണ്. ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പൊരിക്കൽ ഞാൻ ഉസ്താദിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കണ്ണൂർ ഭാഗത്തു നിന്ന് അന്ന് പ്രഭാഷണ വേദിയിലേക്ക് അത്രയൊന്നും കടന്നു വരാത്തൊരു സമയമായിരുന്നു. ഒരു വിഭാഗം ആളുകൾ വന്ന്, ഒരു പാർട്ടി വന്ന് പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ മുണ്ടമ്പ്ര എന്ന് പറയുന്ന ഈ കുഗ്രാമം അവർക്ക് ഇവിടെ എത്തിയപ്പോഴേക്കന്നെ, ഈ ഗ്രാമം കണ്ടപ്പോഴേക്കന്നെ ഇതാണോ മുണ്ടമ്പ്ര എന്നവർക്ക് തോന്നിപ്പോയി. അപ്പൊ അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ പോസ്റ്ററിൽ അരീക്കോട് എന്ന് കൊടുക്കട്ടെ, മലപ്പുറം എന്ന് കൊടുക്കുക വേണ്ടത്, ഏറ്റവും ചുരുങ്ങിയത് അരീക്കോട് എന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് അവിടെ വെച്ച് തന്നെ പറഞ്ഞു, എവിടെയാണെങ്കിലും ശരി, ഗൾഫിലായാലും ശരി, നാട്ടിലായാലും ശരി, നിങ്ങൾ എവിടെ പോയാലും ശരി, അത് മുണ്ടമ്പ്ര എന്ന് തന്നെ കൊടുക്കാൻ പറ്റൂ. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഉസ്താദിന്റെ ആ നിർബന്ധ ബുദ്ധിയായിരിക്കാം നമ്മുടെ നാട്ടിന് ഉസ്താദിലൂടെ കിട്ടിയ പേര്. അങ്ങനെ ഒരു നല്ല കാര്യം എന്നെ അന്ന് പഠിപ്പിച്ചു തന്നത് ഇന്നും ഞാൻ വിടാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രാമം അതെത്ര തന്നെ ചെറുതാണെങ്കിലും നമ്മുടെ ഗ്രാമത്തെ, ജനിച്ച മണ്ണിനെ നമുക്ക് മറക്കാനാവില്ല. ആ നിലക്കു തന്നെ ഇതുവരെ
ആ ഒരു ഉപദേശം വലിയ ഒരു ഉപദേശമായി കൈക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സൂറത്തു തബാറക്കയാണ് ചർച്ച ചെയ്യുന്നത്. ആ തബാറക്ക ഖബർ ശിക്ഷയെ പ്രത്യേകം ഉയർത്തിക്കളയുന്നതാണ്. അതുകൊണ്ട് ആ തബാറക്കയുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ഖബർ അല്ലാഹു നൂറ് പരത്തട്ടെ. റഹ്മാനായ റബ്ബേ, അവര് മാത്രമല്ല, ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പലരും അവിടെയുണ്ട്. ഓരത്തായി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പലരുമുണ്ട്. അല്ലാഹുവേ, ഈ നാട്ടിൽ എപ്പോഴും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഏൽപ്പിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഈ ചർച്ച ചെയ്യാൻ പോകുന്ന വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട് റഹ്മാനായ തമ്പുരാനെ അവരുടെയൊക്കെ ഖബറിൽ നീ സൗഖ്യവും റാഹത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തബാറക്കയുടെ ആദ്യ ഭാഗം ഇങ്ങനെ ഓതി വന്ന് അല്ലാഹു തആല ഈ ഭൂമിയിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് നമ്മളോട് വിണ്ണിലേക്ക് നോക്കാൻ പറയാണ്. നോക്ക്, നിന്റെ മുകൾ ഭാഗത്ത് നീലമേലാപ്പിട്ട് വിരിഞ്ഞു കിടക്കുന്ന വിണ്ണ്, ആ ആകാശത്തെ നോക്ക്. ഒരിക്കൽ നോക്കി നിർത്തണ്ട, വീണ്ടും വീണ്ടും സൂക്ഷ്മ നിരീക്ഷണം നടത്തും. എന്തെങ്കിലും ഒരു അപാകത എവിടെയെങ്കിലും നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ വിണ്ണ് സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബിനെ മനസ്സിലാക്കി എന്തിനാണ് നിന്നെ ജീവിപ്പിച്ചതെന്നും എന്തിനാണ് നിന്നെ മരിപ്പിക്കുന്നതെന്നുമുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നീ എത്തേണ്ടതുണ്ട് എന്നതാണ് ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു നമ്മോട് വിളിച്ചു പറയാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നാമം നൽകിയിരിക്കുന്നത് വിണ്ണൊരു മഹാദൃഷ്ടാന്തം, ആകാശം ഒരു വലിയ ദൃഷ്ടാന്തമാണ്, നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ വാനലോകത്തെക്കുറിച്ചും ഇപ്പോഴും ശാസ്ത്രം പോലും എത്തിപ്പെട്ടിട്ടില്ലാത്ത, എന്നല്ല എന്താണ് ആകാശമെന്ന് ചർച്ച ചെയ്തിട്ടും ഗവേഷണം നടത്തിയിട്ടും ഒരു പിടുത്തവും കിട്ടാതെ ഇപ്പോഴും ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ. ആ ആകാശലോകത്തെക്കുറിച്ചൊരു വലിയ വിശദീകരണം അതല്ല എന്റെ പ്രഭാഷണം, മറിച്ച് ലക്ഷ്യാധിഷ്ഠിതമായ പ്രഭാഷണങ്ങളാണ് നാം നടത്തേണ്ടത്. ആകാശം എന്ന ഒരു വലിയ മഹാത്ഭുതം അല്ലാഹു തആല ഉണർത്തിക്കൊണ്ട് അതിലേക്ക് നോക്കാനും ചിന്തിക്കാനും പറഞ്ഞ് റബ്ബ് പറയുന്നത് എന്താ? നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നേരെയാക്കണം. ആ പോയിന്റിലേക്കാണ് എന്റെ പ്രസംഗം വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നതിന്റെ മുമ്പ് സൂറത്തു തബാറക്ക, ആ തബാറക്ക നമ്മുടെയൊക്കെ വീടുകളിൽ നിത്യേന പാരായണം ചെയ്യേണ്ടതാണ്. എവിടെയോ നമുക്ക് കൈമോശം വന്നു പോയതാണിത്. നോക്ക്, നിങ്ങൾ എന്റെ സദസ്സിലിരിക്കുന്ന ഉപ്പമാർക്കറിയാം, എന്റെ ഉമ്മമാർക്കറിയാം. പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും ഒക്കെ പറയും, പഴയ കാലത്ത് സൂറത്തുൽ വാഖിയ ഓതിയില്ലെങ്കിൽ, തബാറക്ക ഓതിയില്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടൂലായിരുന്നു, ചോറ് കിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാലം മുമ്പുണ്ടായിരുന്നു. എന്തിനാണിത്? എന്തേ ഇതൊക്കെ നമുക്ക് കൈമോശം വന്നു പോകാൻ കാരണം? ഇത് സ്ഥിരമായി പാരായണം ചെയ്യാനുള്ള കാരണം, വാഖിയ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല. വാഖിയ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്നയാൾ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരില്ല. അവനറിയാതെ സമൃദ്ധി അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും. അതുകൊണ്ട് നിത്യേന സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. രാത്രി സമയത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തോ? മൻ ഖറഅ സൂറത്തുൽ വാഖിയതി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബ്ഹാ ഫഖത്തുൻ അബദാ. സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ രാവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീട്, സൂറത്തുൽ വാഖിയ ആരാണോ പാരായണം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ലം തുസിബ്ഹു ഫഖത്തുൻ അബദാ, ലം തുസിബ്ഹു ഫഖത്തുൻ അബദാ, ഇല്ല, അവൻ ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക സുഖം, ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റിയ ഒരു അധ്യായമാണ് സൂറത്തുൽ വാഖിയ. നമ്മുടെ ഭൗതിക സുഖത്തിനു വേണ്ടി സൂറത്തുൽ വാഖിയയും തബാറക സ്ഥിരമായി ഓതിയാൽ
ആ വ്യക്തിക്ക് ഖബർ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ഹദീസിലല്ല, രണ്ടു ഹദീസിലല്ല, ധാരാളം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ കിറാമിൽപ്പെട്ട ഒരു വ്യക്തി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു മർദൂയ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു നസ്ർ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ഒരു ദിവസം, ഈ സംഭവം പറയുന്നത് റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ളറബ ബഅദു അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബാഅഹു അലാ ഖബർ. നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് അതാ ഒരു ഖബറും പുറത്ത് തന്റെ ടണ്ടടിച്ചു എന്ന് പറഞ്ഞാൽ വഴി യാത്രക്കാരന്ന് എവിടെയെങ്കിലും താൽക്കാലികമായി ഉറങ്ങാനുള്ള ടെന്റും കൊണ്ടാ നടക്കൽ. നമ്മളിപ്പോ ഒരു ടാർപ്പായയുമായി നടക്കുന്നു, ഇന്നിവിടെ ഉറങ്ങണോ, അതുകൊണ്ട് ഒരു ടെന്റ് വലിച്ചു കെട്ടുന്നു, അതിൽ കിടന്നുറങ്ങുന്നു. നാടോടികൾ ജീവിക്കുന്നത് നാം കാണാറുണ്ട്. ഇതേ രൂപത്തിൽ അന്ന് കച്ചവടക്കാരായി ഓടി നടക്കുന്ന ഇവരുടെ കയ്യിൽ തൽക്കാലം ഒരു താൽക്കാലിക ഷെഡ് കെട്ടാനുള്ള തുണിയും തോലുമൊക്കെ ഇവരുടെ കയ്യിലുണ്ടാകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഖബറിന്റെ പുറത്തത് അടിച്ചു, ആ ടെന്റ് അടിച്ചു. വലാ യഹ്സബു അന്നഹു ഖബർ, അത് ഖബറാണെന്ന ചെറിയ ധാരണ പോലും അയാൾക്കില്ല. അയാൾ അറിയില്ല ഞാൻ ഖബറും പുറത്താണ് ഇത് അടിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ അവിടെ കിടന്നുറങ്ങുമ്പോ അയാൾ ഖബറും പുറത്താണ്. ഫഇദാ ഹുവ ബിൻസാനി യഖറഉ സൂറത്തുൽ മുൽക്ക്. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നത്. സൂറത്തുൽ മുൽക്ക് തല മുതൽ ഇങ്ങ് തുടങ്ങി ഹത്താ ഖതമഹാ, അവസാനം വരെ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു തുടങ്ങി ഫമൻ യഅതീകും ബിമാഇൻ മഈൻ എന്ന ആയത്ത് വരെ അദ്ദേഹം കേട്ടു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് ഉണരുകയാണ്. ഉണർന്ന ഉടനെ തന്നെ അദ്ദേഹം നോക്കുമ്പം അതൊരു ഖബറാൻ. ഉടനെ തന്നെ ടെന്റും പൊളിച്ച് അദ്ദേഹം ഓടുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിലേക്ക്. ഹബീബിന്റെ ഓരത്ത് ചാരത്തു ചെന്ന് നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഇങ്ങനെ ഒരു അമളി പറ്റിപ്പോയി നബിയേ, ഇങ്ങനെ ഒരു അമളി എനിക്ക് പറ്റിപ്പോയി നബിയേ. ഞാനൊരു ഖബറും പുറത്ത് ടെന്റ് അടിച്ചു, അതിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അത്ഭുതം അതുകൊണ്ട് കേട്ടു. ഈ വിവരം ഇദ്ദേഹം തന്റെ കഥ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത സമയത്ത് ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹിയൽ മാനിയ ഹിയൽ മുൻസിയ തുൻസി മിൻ അദാബിൽ ഖബ്ർ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹിയൽ മാനിയ, അത് പ്രതിരോധാധ്യായമാണ്. അതോതുന്നയാളെ അത് പ്രതിരോധിക്കും. ഹിയൽ മുൻജിയ, ആ സൂറത്ത് രക്ഷകനാണ്. തുൻജി മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷിക്കാൻ മാത്രം, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷിക്കാൻ മാത്രം പവറുള്ള അധ്യായമാണ് കേട്ടോ സൂറത്തുൽ മുൽക്ക്. കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു. അപ്പൊ പരലോകത്തെ ഒന്നാമത്തെ കടമ്പയാണ് ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു. അവിടെ രക്ഷപ്പെട്ടാൽ എല്ലാ കടമ്പയിലും രക്ഷപ്പെട്ടു. അവിടെ കഷ്ടപ്പെട്ടവന് കഷ്ടപ്പാടു തന്നെ. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് കഥയെങ്കിൽ സുബ്ഹാനല്ലാഹ്, ദുനിയാവും ആഖിറവും സലാമത്താകാൻ നമുക്കിതാ റസൂലുള്ളാഹി വെച്ചു നീട്ടുന്നു രണ്ട് ഓഫറുകൾ. എന്താണ് ആ ഓഫർ? ഒന്ന്, സൂറത്തുൽ വാഖിയ ഓതാൻ പറ്റുമോ? സൂറത്തുൽ മുൽക്ക് ഓതാൻ പറ്റുമോ? ദുനിയാവും ആഖിറവും സലാമത്താകും. എത്ര സമയമായി ഇതിന് വേണ്ടത്? 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, ഒരു 8 മിനിറ്റ് സമയം കൊണ്ട്, പരമാവധി വന്നാൽ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടും ഓതാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എവിടുന്നേ നമുക്കിതൊക്കെ കൈമോശം വന്നത്? വിശുദ്ധ ഖുർആൻ സ്ഥിരമായി വീട്ടിലോതുന്ന ശൈലി, ഇത് തകിടം മറിക്കുന്നതിൽ ഇവിടുത്തെ പുത്തനാശയക്കാർക്ക് വലിയ പങ്കുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അതിനെയൊക്കെ ചെറുതായി കണ്ടു. അതൊക്കെ
യാതൊരു ഫലവുമില്ലാത്ത കർമ്മങ്ങളായി അവർ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥയിൽ വന്നിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. ഏതാവട്ടെ, ആ സൂറത്തുൽ മുൽക്കാണ്, തബാറക്കയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അല്ലാഹു തുടങ്ങുന്നത് നോക്കിക്കോ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാവിധ പ്രൗഢിയും അള്ളാഹുവിന് വേണ്ട എല്ലാം സകലം ആ ഒരൊറ്റ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് തബാറക്കയുടെ പ്രത്യേകത. തബാറക്കല്ലദീ, ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്, ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. തബാറക്കല്ലദീ, ഒരുത്തൻ എല്ലാം തികഞ്ഞവനാണ്. ഞാൻ ആ അർത്ഥം കൊടുക്കുന്നത് വിവിധ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുത്ത അർത്ഥങ്ങളെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ അതിന് ഫിറ്റായൊരു പദമാണ് ആ പറഞ്ഞത്. തബാറക, എല്ലാം തികഞ്ഞവൻ. അല്ലദീ, ഒരാളാണ്, അവനേക്കാൾ മികവുള്ള മറ്റൊരാളില്ല, അവനേക്കാൾ നിറവുള്ള മറ്റൊരാളില്ല, അവനേക്കാൾ തികഞ്ഞ മറ്റൊരുത്തനില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവന്റെ കൈവശമാണ് സർവാധികാരവും. സർവാധികാരം കയ്യാളുന്ന തമ്പുരാൻ, അവനാണെല്ലാം തികഞ്ഞവൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന് കഴിയാത്ത ഒന്നുമില്ല, അവന് സാധിക്കാത്ത ഒരു കേസുമില്ല. അവന്റെ സ്വാധീനത്തിന്റെ, അവന്റെ അധികാര പരിധിയുടെ റേഞ്ച് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ആയത്തിലൂടെ അള്ളാഹു പ്രകാശിപ്പിക്കുന്നത് പടച്ച തമ്പുരാന്റെ വലുപ്പമാണ്, അള്ളാഹുവിന്റെ സമ്പൂർണതയാണ്, പടച്ച റബ്ബിന്റെ നിറവും മികവുമാണ്. ഈ ആയത്തിലൂടെ പടച്ച റബ്ബ് സൃഷ്ടികൾക്ക് പ്രകാശിപ്പിക്കുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തുകൊണ്ടാണ് അല്ലാഹു എല്ലാം തികഞ്ഞവനാണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാ പടച്ച റബ്ബ് എല്ലാം തികഞ്ഞവനാണെന്ന് പറയാൻ കാരണം? അല്ലാഹു പറയുന്നു ബിയദിഹിൽ മുൽക്ക്, കാരണം സർവാധികാരം അവന്റെ കയ്യിലാണ്. കൽപ്പിക്കുന്നത് അവനാണ്, വിരോധിക്കുന്നത് അവനാണ്, കൊടുക്കുന്നത് അവനാണ്, കൊടുക്കാതെ തടഞ്ഞുവെക്കുന്നവൻ അവനാണ്, ജീവിപ്പിക്കുന്നത് അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്, യോഗ്യനാക്കുന്നതും അയോഗ്യനാക്കുന്നതും അവൻ തന്നെയാണ്, ദരിദ്രനാക്കുന്നതും സമൃദ്ധനാക്കുന്നതും അവൻ തന്നെയാണ്, രോഗിയാക്കുന്നതും ആരോഗ്യവാനാക്കുന്നതും അവൻ തന്നെയാണ്, അടുപ്പിക്കുന്നതും നിങ്ങളെ അകറ്റുന്നതും അവൻ തന്നെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പരിപാലിക്കുന്നതും തകർത്തു കളയുന്നതും അവൻ തന്നെയാണ്. വിട്ടുപിരിക്കുന്നവനും യോജിപ്പിക്കുന്നവനും പടച്ച തമ്പുരാൻ തന്നെയാണ്. ഇങ്ങനെ നീണ്ടുപോകുന്നു. എല്ലാ അധികാരങ്ങളും പടച്ച റബ്ബിന്റെ കയ്യിലാണ്. അതാണ് ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇനി പടച്ച റബ്ബ് പറയുന്നു, ശരിക്ക് ശ്രദ്ധിക്കണം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ആരാണ് ഈ തമ്പുരാൻ? നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ തമ്പുരാന്റെ പവർ അറിയോ നിങ്ങൾക്ക്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും സൃഷ്ടിച്ചതവനാണ്. ജീവിതവും മരണവും സൃഷ്ടിച്ചതവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഈ ജീവിതവും മരണവും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പടച്ച തമ്പുരാനോ വല്ല ലക്ഷ്യവുമുണ്ടോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾ ആരാണ് നല്ല വേല ചെയ്യുക എന്ന് നോക്കിക്കാണാനാണ്. ആരാണ് നേരെ ചൊവ്വേ നീങ്ങുക? പടച്ച റബ്ബ് പറഞ്ഞത് കേൾക്കുന്നവനാരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരീക്ഷിച്ചറിയാനാണ് പടച്ച തമ്പുരാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഹയാത്ത് തന്നത് പടച്ച റബ്ബാണ്, നിങ്ങളെ ജീവിപ്പിക്കുന്നത് പടച്ച റബ്ബാണ്. എല്ലാം അവന്റെ മുൽക്കും അവന്റെ അധികാരവും അവന്റെ കുദ്റത്തും അവന്റെ കഴിവുമാണ്. അവസാനം വരെ ഈ ആയത്തിലൂടെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ആദ്യമായി പറയുന്നത് ജീവിതവും മരണവും അവന്റെ കയ്യിലാണ്.
അവസാനം വരെ നമുക്ക് നോക്കിയാൽ കാണാം ഓരോന്നും അള്ളാഹുവിന്റെ അധികാര പരിധി വിശദീകരിക്കുകയായിരിക്കും, അള്ളാഹുവിന്റെ കഴിവ് വിശദീകരിക്കുകയായിരിക്കും. ഒന്നാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ടാണ് 29 ആയത്തുകളും വരുന്നത്. അതിൽ നമുക്ക് ആദ്യമായി പറയാനുള്ളത് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ്. നിങ്ങളെ ജീവിപ്പിച്ചതും മരിപ്പിക്കുന്നതും അല്ലാഹുവാൻ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങളൊന്നുമല്ലാത്ത കാലത്ത് നിങ്ങളെ സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാണ്. നിങ്ങളൊന്നുമല്ലാത്ത കാലത്ത് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പടച്ച തമ്പുരാനാണ്. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചു സംവിധാനിച്ചത്. എന്നിട്ട് നിങ്ങൾക്കെല്ലാം നൽകി. നിങ്ങളൊന്നുമായിരുന്നില്ല, നിങ്ങൾ കേവലം ആദ്യഘട്ടത്തിൽ നിങ്ങൾ മണ്ണായിരുന്നു. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണായിരുന്നു നിങ്ങൾ ആദ്യഘട്ടത്തില്. പിന്നീട് ആ മണ്ണ് പോയി നിങ്ങളുടെ വാപ്പയുടെ ഉദരത്തില്, വാപ്പയുടെ ശരീരത്തിൽ നിങ്ങള് ആ മണ്ണൊരു ബീജത്തുള്ളിയായി പിറക്കുകയാണ്. ആ ബീജഗണമാണ് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ജന്മം കിട്ടിയത്. ഒരു വലിയ സംഭവമാണത്. ഞാനതൊന്നും പറയുന്നില്ല. തബാറക്കല്ലാഹ് എന്ന് പറയുമ്പം പടച്ച റബ്ബിന്റെ മഹത്വം, പടച്ച റബ്ബിന്റെ നിറവും മികവും പറയുമ്പം അല്ലാഹു തആല ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയത് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും പറഞ്ഞത്. നോക്ക് നിങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനയിൽ 12 മുതൽ സൂറത്തുൽ മുഅ്മിനൂനയിൽ 14 വരെ അല്ലാഹു പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. തീർച്ചയാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിന്റെ സത്തയിൽ നിന്നാണ്. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫ. പിന്നെ ആ മണ്ണിനെ നാം ബീജമാക്കി. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, മണ്ണിൽ നിന്ന് ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നേരിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മഹാനാണ്. ആ കഥയാണോ ഈ പറയുന്നത്? അല്ല, മനുഷ്യരെ ഒക്കെ അങ്ങനെയാണ്. ഒരു ആദം നബിയുടെ കഥ മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്നു തന്നെ വേറിട്ട് സൃഷ്ടിച്ചു. പക്ഷെ അതുമാത്രമല്ല, എല്ലാ മനുഷ്യരും ജനിക്കുന്നതിന്റെ പിന്നിലെ കാരണം നോക്കിയാൽ ഈ മണ്ണായിരിക്കും. മണ്ണിൽ നിന്നാ വരുന്നത്. നിങ്ങളൊക്കെ വന്നത് നിങ്ങളുടെ ബാപ്പയുടെ ബീജഗണത്തിൽ നിന്നാണ്. എവിടുന്നേ ബാപ്പാക്ക് ബീജഗണമുണ്ടായത്? ബാപ്പയുടെ ബീജഗണം ഈ മണ്ണിന്റെ സംഭാവനയാകുന്ന വിത്തും കിഴങ്ങും നെല്ലും അരിയും തിന്നിട്ട് ഗോതമ്പും തിന്നിട്ടാണ് വാപ്പാക്ക് ബീജമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനെ ബീജമാക്കി എന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. സുമ്മ ജഅൽനാഹു നുത്ഫതൻ. മണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് ബീജാകുകയല്ല, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു സുമ്മ ജഅൽനാ. പിന്നെ ആ മണ്ണിനെ പലവിധ പരിണാമങ്ങൾക്ക് ശേഷം നമ്മൾ ഉപ്പയുടെ ഉദരത്തിൽ ഒരു ബീജഗണമാക്കി നിലനിർത്തി. ഫീ ഖറാരിൻ മകീൻ. ആ ബീജത്തെ, ആ മണ്ണിനെ നാം ബീജമാക്കിയിട്ട് എവിടെ വെച്ചു? സുസ്ഥിര കേന്ദ്രത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. അത് ഉപ്പയുടെ വൃഷ്ണമണിക്കകത്താണെന്നുമല്ല, ആ പറഞ്ഞത് ഉമ്മയുടെ ഗർഭപാത്രത്തിലാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിലാണെന്ന് പറയാം, നേരെ അതിന്റെ ഉദ്ദേശം അതുതന്നെയാണ്. ഫീ ഖറാരിൻ മകീൻ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നേരിട്ട് ഉപ്പയതാ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചു. അത് സുസ്ഥിര കേന്ദ്രമാണ്. ഫീ ഖറാരിൻ മകീൻ. ഉമ്മ ചാടുന്നുണ്ട്, ഓടുന്നുണ്ട്, ഉമ്മ നടക്കുന്നുണ്ട്, വീട്ടുവേലകൾ ചെയ്യുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ബീജഗണം ഒഴിഞ്ഞു പോയിട്ടില്ല. ഫീ ഖറാരിൻ മകീൻ. സുസ്ഥിര കേന്ദ്രത്തിലാണ് ചെന്ന് അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആണും പെണ്ണുമായ കുഞ്ഞായി തരം തിരിഞ്ഞു വരുന്നത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ. പിന്നെ ആ ബീജത്തുള്ളിയെ അല്ലാഹു തആല ബീജകണത്തെ, ഒരു ബീജകണം, അതാണ് ഒരു കുഞ്ഞായി വരുന്നത്. ഒരൊറ്റ തവണ സ്ഖലിക്കുന്ന ബീജത്തിൽ ഒരു തുള്ളി എടുത്താൽ ലക്ഷക്കണക്കിന് അണുക്കളുണ്ടെന്നാണ്. അതിലെ ഒരു ബീജാണുവാണ് കുഞ്ഞായിട്ട് എക്സും വയ്യുമായ ക്രോമസോമുകൾ ആൺകുഞ്ഞും പെൺകുഞ്ഞുമായി വേർതിരിയുകയാണ്.
അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു ബീജഗണം, ഖുർആനും അത് പറയുന്നു, നുത്ഫത്ത്, ഒരു ബീജഗണം. ഒരു ബീജഗണത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, മറക്കണ്ട. ആ ബീജഗണം ഞാൻ അലഖത്തൻ, ആ ബീജഗണത്തിന് പരിണാമം നൽകി അതിനെ ഞാൻ രക്തക്കട്ടയാക്കി മാറ്റി. പിന്നത്തെ പരിണാമം രക്തക്കട്ടയാണ്. നല്ല ഒരു ചോരക്കഷ്ണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുറച്ചു കാലം ചോരക്കട്ടയായി കിടക്കുകയാണ്. ഇത് വളരെ കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. എന്നല്ല, ആധുനിക ശാസ്ത്രം വരെ, ആധുനിക ഡോക്ടേഴ്സ് വരെ യെസ് വെച്ച ഒരായത്താണ് വിശുദ്ധ ഖുർആനിൽ. അതിന്റെ ആ തർത്തീബുകൾ, അതിന്റെ ആ ഘട്ടങ്ങൾ, ഭ്രൂണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഭ്രൂണ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണം വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ നിൽക്കുന്ന സൂറത്തിന്റെ വലിപ്പം വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ പലപ്പോഴും മറ്റു സീഡുകളിൽ അത് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനാണ്. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة രക്തക്കട്ടയാക്കി. അതും കേവലം രക്തക്കട്ടയല്ല, ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയാക്കി. അലഖ് എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ അർത്ഥം തന്നെ അട്ട എന്നാണ്. അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം തന്നെ അട്ട എന്നാണ്. അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ആകൃതിയിലാണ് ബീജം രക്തമാകുമ്പോഴുള്ളത്. അതെന്താ കാരണം? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇത് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അള്ളിപ്പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അട്ട അങ്ങനെയാണ്. ഒരു ഭാഗം വിടുമ്പോഴേക്ക് അടുത്ത ഭാഗം കടിക്കും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്നതാണ്. അട്ടയെക്കുറിച്ച് നമുക്കറിയാലോ. പോത്തും കൊണ്ടുള്ളത് കൊണ്ട് ഉണ്ടമ്പ്രക്കാർക്ക് അത് പറഞ്ഞു തരേണ്ടതുണ്ടാവില്ല, അറിയും. അപ്പൊ അട്ടയുടെ സ്വഭാവം നമുക്ക് ശരിക്കറിയും. ഒരു ഭാഗം വിടുമ്പോഴേക്ക് അടുത്ത ഭാഗം കടിക്കും. അപ്പൊ ഇതേ ആകൃതിയിലാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിന്റെ ആകൃതി. അത് ഇന്നത്തെ ആധുനിക ഡോക്ടർമാർ ശരിവെച്ച കാര്യമാണ്. ഈ കുഞ്ഞല്ല, ഈ രക്തക്കട്ടയായി കിടക്കുന്ന അതിന്റെ ആകൃതിയും എന്തായാലും അത് വിടില്ല, കടിച്ചു തൂങ്ങി നിൽക്കും. അതാ അത് കുറച്ചു കാലം കഴിഞ്ഞതിന്റെ ശേഷം ഫഖലഖ്നൽ അലഖത മുദ്ഗാ, ഫഖലഖ്നൽ അലഖത മുദ്ഗാ. പിന്നീട് ആ അലഖത്തിനെ, ആ രക്തക്കട്ടയെ നാം മാംസകഷ്ണമാക്കി മാറ്റും. മാംസകഷ്ണവും കേവല മാംസകഷ്ണമല്ല, ആ മാംസകഷ്ണത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഇന്നത്തെ ആളുകൾ അതേക്കുറിച്ച് കണ്ടെത്തി. എന്താണ് അതിന്റെ പ്രത്യേകത? ആധുനിക ഭ്രൂണശാസ്ത്രം വിശദീകരിക്കുന്നവർ പറഞ്ഞു, ആ മാംസകഷ്ണം അമ്മിയിലിട്ട് അരച്ച് ഇടിച്ച് കുത്തിച്ചതച്ച മാംസത്തിന്റെ കഥ എന്താണോ അതേ രൂപത്തിലായിരിക്കാം ആ മാംസകഷ്ണം. അല്ലാതെ നാം മുറിച്ചെടുക്കുന്ന ഒരു പ്യൂർ മാംസകഷ്ണം പോലെ നിൽക്കൂല. അതേ അവിടെയാണ് ചിന്തിക്കേണ്ടത്. മുദ്ഗ, മദ്ഗ് എന്ന് പറഞ്ഞാൽ ചവച്ചരക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ചവച്ചരച്ച കഷ്ണം പോലെയുള്ള മാംസകഷ്ണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര വലിയ യാഥാർത്ഥ്യമാണ്. ഇതാണ് ഖുർആൻ ഏതു കാലത്തും ആരുടെ മുമ്പിലും വിളിച്ചു പറയാം. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളമാ. ഈ മാംസകഷ്ണത്തെ എല്ലായി സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ അസ്ഥികൂടങ്ങളുടെ മുകളിൽ നാം ആ മാംസം പൊതിഞ്ഞു കൊടുക്കുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മാ. ഇങ്ങനെയാണ് ഒരു കുഞ്ഞനുണ്ടാകുന്നത്. പിന്നെ അതിന് കയ്യും കാലും ഒക്കെ ആയി. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നെ ആ കുഞ്ഞിനെ നാം വേറിട്ട ഒരു സൃഷ്ടിയാക്കി. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. എന്താണ് ആ പറഞ്ഞത്? ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞു. 9 മാസം കഴിയുമ്പോ ഈ കുഞ്ഞൻ പുറത്തേക്ക് വരുന്നത്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പ്രസവം വരെ ഈ കുഞ്ഞു ഉമ്മയുടെ ഭാഗമാണ്. ഉമ്മ കഴിക്കുന്ന വെള്ളം മതി, ഉമ്മ കഴിക്കുന്ന ഭക്ഷണം മതി, ഉമ്മ ശ്വസിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനും ശ്വസിക്കാം, അങ്ങനെയൊക്കെയാണ്. അത് ഉമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു ഭാഗമല്ല. പ്രസവത്തോടുകൂടെ അത് വേറിട്ട ഒരു സൃഷ്ടിയാകുന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നെ അതിനെ വേറിട്ട ഒരു സൃഷ്ടിയാക്കി നാം എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്തേക്ക് സുഖമായി അത് പ്രസവിപ്പിച്ചു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമ്മൾ കാണുന്ന ഈ മണ്ണ് ഇന്നൊരു കുഞ്ഞായി പറന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റബ്ബ് എത്ര തികഞ്ഞവനാണ്. ഫതബാറകല്ലാഹ്, ഈ റബ്ബ് തികഞ്ഞവൻ തന്നെ. അഹ്സനുൽ ഖാലിഖീൻ, നന്നായി സൃഷ്ടികർമ്മം നടത്താൻ അറിയുന്നവനുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിന്റെ മികവും നിറവും പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞതാണ് മനുഷ്യന്റെ സങ്കീർണമായ സൃഷ്ടിപ്പിനെ കുറിച്ച്.
ഇത്രയും തെറ്റാതെ ഈ ചിട്ടയൊപ്പിച്ച് ഈ ഘട്ടങ്ങളും സ്റ്റെപ്പുകളും ഒപ്പിച്ച് സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതാണ് ഈ ആയത്തൊക്കെ ഓതിക്കൊടുത്തപ്പോ ഇതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചവരുമുണ്ട്, ഈമാൻ നഷ്ടപ്പെട്ടവരുമുണ്ട്, ഒക്കെ ഉണ്ട്. മുനാഫിക്കുകൾക്കൊക്കെ ഈമാൻ നഷ്ടപ്പെട്ടു, അല്ലാത്തവർ ഇതിന്റെ പിന്നിൽ അവർക്ക് ഈമാൻ ഉറച്ചു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിന്റെ പിന്നിൽ പറയാനുണ്ട്. പക്ഷെ സമയനഷ്ടം ഭയന്നുകൊണ്ട്, അതിലേക്കൊക്കെ കടന്നു വരുമ്പോഴേക്ക് സമയനഷ്ടം ഭയന്നുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിരം കാത്തിബായിരുന്ന, എഴുത്തുകാരനായിരുന്ന, വേണ്ടത്ര ഈമാൻ തലയിലേക്ക് കയറിയിട്ടില്ലാത്ത ഒരാൾ, ഒരു കപടവിശ്വാസി ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നായിരുന്നു അയാളുടെ പേര്. അയാള് റസൂലുള്ളാഹി തങ്ങൾ ഇതിങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഇതിന്റെ സങ്കീർണതയെക്കുറിച്ച് ആലോചിച്ച് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, എഴുതു അബ്ദുള്ള ഇപ്പോഴാരായത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിങ്ങനെ എഴുതി 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 ഘട്ടങ്ങളായി എഴുതി എഴുതി ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ, അത് ഘട്ടങ്ങളായി എഴുതി പൂർത്തീകരിക്കുന്ന സമയത്ത് അയാൾ അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. ഈ ഭാഗത്തെത്തിയപ്പോ അല്ലോ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുന്നത്? അറിയാതെ, അദ്ദേഹം അറബിയല്ലേ, അതുകൊണ്ട് അറിയാതെ അങ്ങ് പറഞ്ഞുപോയത് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ആയത്തിന്റെ ബാക്കി അതാണ്. അയാൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇതങ്ങ് പറഞ്ഞപ്പോ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാകദാ ഉൻസിലത് അലയ്യ ഫക്തുബ് യാ അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ്, അതിന്റെ ബാക്കി ഭാഗം അങ്ങനെയാണ് എനിക്ക് ഇറങ്ങിയത്, എഴുതിക്കോ. ഇയാൾ ചോദിച്ചു, നബി അങ്ങനെയോ? ഞാൻ പറഞ്ഞതുപോലെയാണോ അതിന്റെ ബാക്കി? അതെ, നീ ഭാഗ്യവാനാണ് അബ്ദുള്ള, എഴുതിക്കോ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നിന്റെ നാക്കിലൂടെ ഒത്തുവന്നു, നീ ഭാഗ്യവാനല്ലേ? ഇയാളതാ ആ പേന അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ശരിയാണെങ്കിൽ ഇൻകാനമായ ഖൂലു മുഹമ്മദുൻ ഹഖ്ഖാ, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ ഫയൂഹാ ഇലയ്യ കമാ യൂഹാ ഇലൈ, മുഹമ്മദിന് കിട്ടും പോലെയൊക്കെ എനിക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, ഹിദായത്തില്ല ഞാൻ ഇങ്ങനെയാണ്. എത്ര വലിയ ദൃഷ്ടാന്തം കണ്ടിട്ടും കാര്യമല്ല, എത്ര വലിയ അത്ഭുതം കണ്ടിട്ടും കാര്യമല്ല, ഇവൻ പറയുന്നു മുഹമ്മദിന് കിട്ടും പോലെയൊക്കെ എനിക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാനാണല്ലോ ഈ പറഞ്ഞത്, അത് തന്നെയാ മുഹമ്മദും പറഞ്ഞു. അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി മുഹമ്മദ് കളവാണ് പറയുന്നതെങ്കിൽ ഫലാ ഖൈറ ഫീ, അവന്റെ പിന്നാലെ കൂടിയിട്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ അവന്റെ പിന്നാലെ കൂടിയിട്ടൊരു ഗുണവുമില്ല, അതുകൊണ്ട് തൽക്കാലം ഞാനില്ല എന്ന് പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കേട്ടോ, ആ പോകുന്ന ധിക്കാരി മരിച്ചാൽ അവനെ ഭൂമി പോലും സ്വീകരിക്കില്ല, ഭൂമി പോലും അവനെ സ്വീകരിക്കില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഇവനെ പറ്റിയായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളുടെ കാത്തിബീങ്ങളിൽ, എഴുത്തുകാരിൽ പ്രധാനിയായ ഒരു വ്യക്തി പുറത്തുപോയി എന്നല്ല. ഇതൊക്കെ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഈമാൻ സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാൾ ഒരിക്കലും പിഴക്കില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവർക്കൊക്കെ ആദ്യം തന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി കൂടിയതാ. അങ്ങനെ കുറെ കക്ഷികളുണ്ടാവും. ചിലപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കാം, സ്വന്തം ആളായിരിക്കാം, പിന്നെ കൂറുമാറുമ്പോ ബേജാറാകാനൊന്നുമില്ല. അതൊക്കെ ആദ്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ്, അത് സ്വാഭാവികമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, റസൂലുള്ളാഹിയുടെ കാത്തിബീങ്ങളിൽ ചില ആളുകൾ, ഒരാൾ അയാൾ മരിച്ചിട്ട് കബറടക്കിയിട്ട് ഭൂമി പൊട്ടിപ്പിളർന്ന് മേലോട്ട് വരികയായിരുന്നു. ഇവർ വല്ലാതെ വിഷമിച്ചുപോയി ഇവനെ കബറടക്കാൻ എന്നൊരു ചരിത്രത്തിൽ കാണാം. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അബ്ദുള്ളയായിരിക്കാം. രണ്ടും കൂടെ ഒരു സ്ഥലത്തല്ല കണ്ടത്, രണ്ടും കൂടെ കൂട്ടി വായിച്ചതാണ്. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അതേസമയം ഈ സദസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ആ വഴിക്ക് വരുന്നത് ഈ സംഭവം കഴിഞ്ഞതിന്റെ ശേഷം ആ വഴിക്ക് വരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആദ്യം വന്നത് അബ്ദുല്ലാഹി ഇബ്നു സഅദാണ്, ഇപ്പൊ വരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഇരിക്കോ. ആയത്ത് അങ്ങനെ അങ്ങോട്ട് ഓതിക്കൊടുത്തു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതങ്ങോട്ട് പൂർണ്ണമാകുമ്പം തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറഞ്ഞപ്പോ അപ്രതീക്ഷിതമായിട്ട്, യാദൃച്ഛികമെന്ന് പറയാം, ഇയാളും പറഞ്ഞുപോയി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എങ്ങനെ അങ്ങനെ രണ്ടാളും കൂടെ പറഞ്ഞത്? ഒക്കെ സ്വാഭാവികമല്ലേ. വലിയ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് പറഞ്ഞ് കേൾക്കാത്ത വേറൊരാളോട് പറയുമ്പോൾ അയാളും അതേ വാക്കെന്നെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. ഇയാൾ പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അറബികളാണ്, അത്തരം വാക്കുകളൊക്കെ അവർക്ക് ഒഴുകിയേക്കാം അവരുടെ നാക്കുകളിലൂടെ. റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ ഭാഗ്യവാനാണ്, എഴുതിക്കോ എഴുതിക്കോ, ഇങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. സന്തോഷത്തോടെ അബ്ദുള്ള ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു.
എഴുതുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖസാദഫനി റബ്ബി ലഖസാദഫനി റബ്ബി, എന്റെ റബ്ബെന്നോട് ഒത്തുവന്നല്ലോ. റബ്ബ് പറഞ്ഞത് പറയാൻ ഈ പാവപ്പെട്ട അബ്ദുള്ളക്ക് കഴിഞ്ഞല്ലോ. വല്ലാത്ത സന്തോഷം തന്നെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈമാനിന് ഭാഗ്യമുള്ളവർ അങ്ങനെയാ. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ അല്ലാഹു നമുക്ക് ജീവൻ നൽകിയതൊരു വലിയ സംഭവമായി പറയുന്നു, നമ്മെ മരിപ്പിക്കുന്നതും ഒരു വലിയ സംഭവമായി പറയുന്നു. അത് ഇവിടെയും കാണാം. സൂറത്തുൽ മുഅ്മിനൂനയിൽ ഇത് കഴിഞ്ഞാൽ ഇനി അല്ലാഹു പറയുന്നത് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, ഇനി നിങ്ങൾ ഇതിന്റെ ശേഷം മരിച്ചു പോകേണ്ടവരാണ്. കണ്ടോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തബാറക എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതെല്ലാം കൂടെ എടുത്തു പറയുമ്പോഴേക്ക് നമ്മുടെ സമയം വൈകും. എന്തിനാണ് അല്ലാഹു ഇത് ചെയ്തത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആദ്യം തന്നെ അല്ലാഹുവിനെ മനുഷ്യരെയൊക്കെ എല്ലാം കൂടെ ഈ മനുഷ്യ മക്കളെ ഒന്നായിട്ട് ഭൂമി സ്വർഗഭൂമിയിൽ അങ്ങോട്ട് സ്വർഗ ലോകത്തങ്ങോട്ട് സൃഷ്ടിച്ചാ പോരായിരുന്നോ? എന്നപ്പോ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ലാഹു പറയുന്നു, എനിക്ക് ലക്ഷ്യമുണ്ട്, നിങ്ങളെ ഈ ഭൂമിയിലിറക്കി ജീവിതം നൽകി. ആ ജീവിതത്തിന് അതാ വിവിധങ്ങളായ ഗതിവിഗതികൾ നിങ്ങൾക്ക് വന്നു. അതൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച ഒരുത്തനുണ്ട്, ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിയന്ത്രിക്കുന്ന റബ്ബിന് നിങ്ങൾ ഒതുങ്ങാൻ തയ്യാറാവണം. ആരാ ഒതുങ്ങുക എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചതും എന്നിട്ടതിന്റെ ശേഷം മരിപ്പിക്കുന്നതും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നേരെ ചൊവ്വേ പ്രവർത്തിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായൊരു സംശയം ഉണ്ടാവും. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് മരണമാണ്, പിന്നെ പറഞ്ഞത് ആ ജീവിതം. ശരിക്ക് പറയേണ്ടത് അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത്ത് എന്നല്ലേ? ആദ്യം നമുക്ക് ജീവിതമല്ലേ കിട്ടിയത്? കാരണം ഇവിടെ അല്ലാഹു തആല ഇത് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം നാളെ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കാനാണ്. അത് ജീവിതം പറഞ്ഞു ഉത്ബോധിപ്പിക്കുന്നതിനേക്കാൾ പലപ്പോഴും മനസ്സിൽ തട്ടുക മരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ജീവിതത്തിലെ പുരോഗതിക്ക് വേണ്ടി, ഇഹലോകത്തെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു പക്ഷേ മനുഷ്യൻ തയ്യാറാവണം എന്നില്ല. നേരെ മറിച്ച് നാളെ പരലോകത്ത് ഇങ്ങനെയൊക്കെ വരാനുണ്ടെന്ന് പറയുമ്പോൾ അതാണ് പലപ്പോഴും മനുഷ്യന് നന്മയിലേക്ക് വരാൻ പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ആദ്യം മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കുക, ലൗലാ സലാസുൻ മാ തഅത അബ്നു ആദമ റഅസഹു അൽ ഫഖ്റു വൽ മറദു വൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ ഈ ഭൂമി ലോകത്തില്ലായിരുന്നെങ്കിൽ ഓരൊറ്റ മനുഷ്യനും മാ തഅത അബ്നു ആദം, ആദമിന്റെ മോൻ ആരും, ഒരൊറ്റ ആദമിയും ഒരൊറ്റ മനുഷ്യനും ഇല്ല, തലകുനിക്കൂല. മാ തഅത അബ്നു ആദമ റഅസഹു, ഒരൊറ്റ മനുഷ്യനും അവന്റെ തലകുനിക്കൂലായിരുന്നു. 3 കാര്യങ്ങൾ ഈ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെ ഈ 2-3 കാര്യങ്ങൾ മാറ്റി ഇങ്ങനെ കൊടുത്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും എനിക്കൊന്ന് ഒതുങ്ങാൻ തയ്യാറാകുന്നത്. മനുഷ്യൻ ഈ 3 കാര്യമില്ലെങ്കിൽ തല കുനിക്കൂലായിരുന്നു, ഒതുങ്ങൂലായിരുന്നു, പിടുത്തം വിട്ടധികാരിയാകുമായിരുന്നു അവൻ. ഏതാണ് ആ 3 കാര്യം? അൽ ഫഖ്റു വൽ മറദു വൽ മൗത്ത്. കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എത്ര കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്ക്. ദാരിദ്ര്യം, രോഗം, മരണം, അല്ലേ? ഇതുള്ളത് കൊണ്ടല്ലേ മനുഷ്യൻ ഒതുങ്ങുന്നത്, അല്ലെങ്കിൽ ഒതുങ്ങോ? സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും പറന്ന് നടക്കുന്ന കാലത്ത് അള്ളി ഉണ്ടാവില്ല, റസൂലും ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, മൂല്യരും ഉണ്ടാവില്ല, തങ്ങളും ഉണ്ടാവില്ല. അങ്ങനെയാണ്. പിടുത്തം വിട്ടധികാരിയായിരിക്കും. കച്ചവടം ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് ഡള്ളായാൽ കച്ചവടത്തിൽ ചെറിയൊരു ക്ഷീണം വരുമ്പോഴേക്കോ ദിക്ർ എല്ലാം തുടങ്ങും, തസ്ബീഹ് എല്ലാം തുടങ്ങും, സ്വലാത്ത് എല്ലാം തുടങ്ങും, ഉസ്താദുമാരെ സമീപിക്കാൻ തുടങ്ങും, മാർഗങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. ഉസ്താദ് പറയാണ്, കച്ചവടത്തിന് പുരോഗതി കിട്ടണമെങ്കിൽ
നിങ്ങൾ 1,00,000 ഇഖ്ലാസ് സൂറ ഓതണം. ഇരുന്ന് ഓതും അയാൾ. അതാണ് കണ്ടീഷൻ. ഇരുന്ന് ഓതും. അങ്ങനെ ഓതുന്ന ഒരു ഹാജി സാഹിബിനെ കണ്ടു. അപ്പൊ ഏതോ ഒരു ഉസ്താദ് പറഞ്ഞതാണ് 1,00,000 ഇഖ്ലാസ് സൂറ ഓതണം. അങ്ങനെ വളരെ യുക്തമായിട്ട് ആത്മീയ ചികിത്സാ രംഗത്ത് ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. താനാളൂർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ. അത് പരമാവധി കിട്ടുന്ന സമയത്ത് ജനങ്ങളെ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇപ്പൊ ഇയാൾ കണ്ടോ, നിങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടി 1,00,000 ഇഖ്ലാസ് ഒരു പക്ഷേ ഓതിയിട്ടുണ്ടാവില്ല. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി 1,00,000 ഇഖ്ലാസ് ഓതിയിട്ടുണ്ടാവില്ല. പക്ഷേ കച്ചവടം, വീണുപോയ കച്ചവടം രണ്ടാമത് പുരോഗതിപ്പെട്ടു വരാൻ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അയാൾ 1,00,000 ഇഖ്ലാസ് ഓതാൻ തയ്യാറാണ്. കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ തലകുനിക്കുന്ന വലിയൊരു ഘടകമാണ് ദാരിദ്ര്യം. അൽ ഫഖ്റു വൽ മറദു വൽ മൗത്ത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് പലപ്പോഴും കാണാം ദിക്റും തസ്ബീഹും ഒക്കെ സജീവമായിരിക്കും. ആർക്കും അറിയാം? ജോലിയില്ലാത്തവർക്ക്. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ജിദ്ദയിൽ നിന്നൊരു സുഹൃത്ത് പൊരിഞ്ഞ ദിക്റായ എപ്പോഴും തസ്ബീഹുമാലയും മറിച്ച് ഇങ്ങനെ ദിക്റില്ല. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല സുഹൃത്തെ, ജോലിയൊന്നുമില്ലേ? കാരണം ധൈര്യമായിട്ട് നമുക്ക് ഉറപ്പാണത് ജോലിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ദിക്റുമ്പോ കൂടുന്നത്. ഇപ്പൊ സംഗതി ശരിയാണ്, ജോലിയില്ല. അപ്പൊ സ്വലാത്തും ദിക്റുമായിട്ട് കൂടുക. എന്നാ നല്ല ഒരു സന്തോഷകരമായ ജോലി കിട്ടിയാൽ പലപ്പോഴും ഇതൊന്നും ചെയ്യാൻ തയ്യാറ് പോലും ആവില്ല എന്നതാണ് സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം വരുമ്പോൾ മാത്രം അല്ലാഹുവിനെ വിളിക്കുന്നവരാണ്. അതേപോലെ തന്നെ മറ്റൊരു സമയം ആരോഗ്യമില്ലാത്ത സമയം. 3-4 ദിവസം അങ്ങ് കിടക്കുകയാണെങ്കിൽ, കിടപ്പിലായാൽ ഏത് നിരീശ്വരവാദിയും വിളിക്കും പടച്ച റബ്ബി. ഒരു നിരീശ്വരവാദിയും അല്ലാഹുവിനെ വിളിക്കാത്തതുണ്ടാകും. പടച്ച റബ്ബിലേക്ക് വിപൽസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും മാത്രം മടങ്ങുന്ന സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. മുമ്പൊരു ചെറുകഥ വായിച്ചോർമ്മ വരികയാണ്. ആ ചെറുകഥയിൽ ഒരു കപ്പൽ ഒരു വലിയ മഹാസമുദ്രത്തിന്റെ നടുക്ക് കാറ്റിലും കോളിലും പെടുന്ന കഥ ചിത്രീകരിക്കുകയാണ്. ആ കഥ എഴുതുന്നത് ഒരു മുസ്ലിയാരല്ല, മറിച്ച് ഒരു ഹൈന്ദവ സഹോദരനാണ് ആ കഥ എഴുതുന്നത്. അദ്ദേഹം അതിലൂടെ സമർത്ഥിക്കുന്നത് കാറ്റിലും കോളിലും കുടുങ്ങി കടലിന്റെ നടുക്ക് അകപ്പെട്ട കപ്പൽ. ആ കപ്പലിന്റെ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സമർത്ഥിച്ചു കൊണ്ടുവരുന്നത് അതിന്റെ ഭീകരതയാണ്. ആ ഭീകരത സമർത്ഥിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നത്, കൂട്ടത്തിൽ എല്ലാവരും ദൈവത്തെ വിളിച്ച് നിലവിളിക്കുമ്പോൾ നിരീശ്വരവാദിയായ ഒരാളും പടച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, ദൈവത്തെ വിളിക്കുകയാണ്. ഉടനെ തന്നെ കൂടെയുള്ള ഒരാൾ ചോദിച്ചത്രയല്ല, നിങ്ങൾ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? നിങ്ങൾ ഈ നടുക്കടലിൽ എത്തുന്നതിന്റെ മുമ്പ് കരയിൽ നിന്ന് നിങ്ങൾ ദൈവമില്ലെന്ന് പറഞ്ഞവരാണ്. ദൈവത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരല്ലേ? ദൈവമില്ലെന്ന് പറഞ്ഞ് സംവാദം നടത്തിയവരും ലേഖനം എഴുതിയവരുമൊക്കെയല്ലേ. നിങ്ങൾ എന്തിനാണ് പടച്ച റബ്ബിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന്റെ മറുപടി എന്തായിരുന്നു എന്നറിയോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞത്രേ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അവനെങ്കിലും സഹായിക്കട്ടെ എന്ന് കരുതിയാണ്. ഇതാണ് കഥ. കുടുങ്ങിയ സമയത്ത് എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങും. പക്ഷേ അങ്ങനെ കുടുങ്ങിയ സമയത്ത് മാത്രം അല്ലാഹുവിനെ വിളിച്ചാൽ തൽക്കാലം അല്ലാഹു രക്ഷിക്കുമോ? രക്ഷിക്കണമെന്നില്ല. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് കാണാം, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. തീർച്ചയാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം
സ്ഥിരമായി തസ്ബീഹ് ചൊല്ലുന്നവരുടെ പട്ടികയിൽപ്പെട്ടയാളല്ലായിരുന്നുവെങ്കിൽ, ആ കൂട്ടത്തിൽപ്പെട്ടയാളല്ലായിരുന്നുവെങ്കിൽ പുനരുത്ഥാന നാളുവരെ ആ മത്സ്യത്തിന്റെ അകത്ത് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. എന്താണ് ഇവിടെ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ മാത്രം തസ്ബീഹ് ചൊല്ലി എന്നല്ല. അങ്ങനെയായിരിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അല്ല, അതുകൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തി എന്നല്ല. അറബി ഭാഷ നന്നായി അറിയുന്നവർക്ക് ഈ പ്രയോഗത്തിന്റെയൊക്കെ ടേസ്റ്റ് ആസ്വദിക്കാൻ കഴിയൂ. എന്താ കാരണം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടുങ്ങിയ സമയത്ത് മാത്രം അല്ലാഹുവിനെ വിളിച്ചു എന്നല്ല ഈ പറഞ്ഞത്. ഫലൗലാ അന്നഹു സബ്ബഹ, തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു എന്നല്ല. മറിച്ച് തസ്ബീഹ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം നടുകടലിൽ പെടുന്നതിന്റെ മുമ്പും മത്സ്യത്തിന്റെ വയറ്റിനകത്ത് പെടുന്നതിന്റെ മുമ്പും ഈ വിപൽസന്ധി എത്തുന്നതിന്റെ മുമ്പും തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നു. കരയിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയിരുന്നു, തന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചൊല്ലിയിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെയും രക്ഷിച്ചു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, പ്രയാസത്തിൽ മാത്രം അല്ലാഹുവിനെ വിളിച്ചാൽ പോരാ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്നാ നമ്മളിൽ പലരുടെയും അവസ്ഥ നേരെ തിരിച്ചാണ്. പോലീസ് വണ്ടി കാണുമ്പോൾ മാത്രം സ്വലാത്തും തസ്ബീഹും തുടങ്ങുന്ന ആളുകളുണ്ട്. കസ്റ്റംസിന്റെ മുമ്പിൽ പെടുമ്പോൾ എയർപോർട്ടിലൊക്കെ നമുക്ക് കാണാം, ചെക്കിംഗ് വരുമ്പോൾ അവിടെ സ്വലാത്തും തസ്ബീഹുമാല മറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവിടെ മാത്രം അല്ലാഹു നമ്മളെ രക്ഷിക്കാൻ പടച്ചറബ്ബ് പോയത്തക്കാരനാവണ്ടേ? മുമ്പൊന്നും അവൻ തസ്ബീഹ് ചൊല്ലാറില്ല, ദിക്റും ചൊല്ലാറില്ല, സ്വലാത്തും ചൊല്ലാറില്ല. കുടുങ്ങുന്നിടത്ത് പടച്ചറബ്ബിനെ ഓർമ്മ വരുന്നുണ്ട്, അവനെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും നാം പറഞ്ഞു വന്നത് ഉറപ്പാണ്, പ്രയാസഘട്ടങ്ങളിൽ നാം അല്ലാഹുവിനെ വിളിക്കും. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൽ മൗത്ത് വൽ മൗത്ത്, മരണം. ആ മരണഘട്ടത്തിലും ഇതേ രൂപത്തിൽ തന്നെയാണ്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിലേക്ക് മടങ്ങാൻ തയ്യാറാകും. ആ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മനുഷ്യൻ അവന്റെ രക്ഷിതാവിലേക്ക് മടങ്ങാൻ തയ്യാറാവും. എന്നും ഇവിടെ ജീവിക്കുകയാണെങ്കിൽ മരണം എന്ന ഒരു പ്രതിഭാസം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് മനുഷ്യരൊക്കെ പിടുത്തം വിട്ട ധിക്കാരികളായിരിക്കും. എന്തുകൊണ്ട്? ഇവിടെ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. ഒരൊറ്റ കുട്ടിയും ഒരു കുട്ടിയെയും മൈൻഡ് ചെയ്യുകയില്ല, ആർക്കും ഒതുങ്ങുകയില്ല. മറിച്ച് നാളെ ഇങ്ങനെ ഒരു ജീവിതം വരാനുണ്ട് എന്നാലോചിക്കുമ്പോഴാണ്, ഇങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടെന്ന് പേടിച്ചിട്ടാണ് പലരും നന്നാവുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കാൾ മരണം എന്ന പ്രതിഭാസമാണ് നമ്മെ നന്നാക്കുന്നത് എന്നതുകൊണ്ട് ആദ്യം ജീവിതവും പിന്നെ മരണവുമാണെങ്കിലും അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, മരണമാണ് ആദ്യം അല്ലാഹു തആല പരാമർശിക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. കഴിഞ്ഞില്ല. ഇനി അങ്ങനെയല്ലെങ്കിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ആദ്യം മരണത്തെ പരാമർശിക്കാൻ കാരണം എന്താണ്? അതല്ലെങ്കിൽ മനുഷ്യനാദ്യം മരണത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ വട്ടപൂജ്യത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം നമ്മെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചത് കാണാം. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും. സൂറത്തുൽ ബഖറ 28. സൂറത്തുൽ ബഖറ 28-ാം വചനം. നിങ്ങൾ എങ്ങനെയാണ് പടച്ചറബ്ബിനോട് നന്ദി കെട്ടവരാവുക? നിങ്ങളൊന്നുമല്ലായിരുന്നു, നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീറോയിലായിരുന്നു, വട്ടപൂജ്യത്തിലായിരുന്നു. ഫഅഹ്യാകും, അങ്ങനെ നിങ്ങൾ അല്ലാഹു ഹയാത്താക്കി. അപ്പൊ ഇല്ലായ്മയായ ആ അവസ്ഥയെക്കുറിച്ച് മരണം എന്ന് പറയാം. അങ്ങനെയാകാം ഒരുപക്ഷെ ആദ്യം മൗത്ത് എന്ന് പറഞ്ഞത്, പിന്നീട് ഹയാത്ത്. അപ്പൊ മൗത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം മരണം, പിന്നെ ജീവിതം, വീണ്ടും മരണം. മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു മരണങ്ങളാണ്.
ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു ജീവിതമാണ്. ദുനിയാവിലെ ജീവിതം, ഇനി എന്നേക്കുമായുള്ള ജീവിതം. അത് അവസാനിക്കാത്ത ജീവിതമാണ്. ഒരിക്കലും അത് അവസാനിക്കാൻ പോകുന്നില്ല. ആ അവസാനിക്കാത്ത ജീവിതം അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അവസാനിക്കാത്ത ജീവിതം വരാനുണ്ട്. അതാണ് വൽഹയാ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ മരണം കൊണ്ടുദ്ദേശം രണ്ടു മരണവും, ജീവിതം കൊണ്ടുദ്ദേശം രണ്ടു ജീവിതവും. അവസാനം വരുന്നത് അന്ത്യമില്ലാത്ത ജീവിതമാണെന്നതുകൊണ്ട് അവസാനമാണ് ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. മരണത്തെയും ജീവിതത്തെയും പുനരുത്ഥാനത്തെയും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പടച്ച റബ്ബ് പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മരണം എന്നതുകൊണ്ട് ഉദ്ദേശം ഈ ഇനി വരാനുള്ള മരണം തന്നെയാവാം. ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശമോ മരണത്തിന്റെ മുമ്പുള്ള ജീവിതവും, ഇപ്പോൾ നാം തുടർന്നുകൊണ്ടിരിക്കുന്ന ജീവിതവും, ഇനി ശേഷം വരാനിരിക്കുന്ന ജീവിതവും. അത് രണ്ടിനെ കുറിച്ചും അങ്ങനെ പറയാം. അതുകൊണ്ടല്ലേ അല്ലാഹു തആല വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ അവിടെ എല്ലാം ഉണ്ട്. പുനരുത്ഥാനത്തെ കുറിച്ച് മാത്രമല്ല, മരണം ആദ്യം പരാമർശിച്ചു, പിന്നെയാണ് ജീവിതം പരാമർശിക്കുന്നത്. അത് സാധാ ജീവിതത്തെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെയുമാവാം, നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഏതാവട്ടെ, അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ മനുഷ്യനെ ഒതുങ്ങാൻ ശീലിപ്പിക്കണം. അവിടെയും ഒതുങ്ങുന്നില്ലെങ്കിൽ അവനൊരു മഹാധികാരിയാണ്. ബഹുമാനപ്പെട്ട ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നത്രേ, ഇന്നല്ലാഹ അദല്ല ബനീ ആദമ ബിൽ മൗത്ത്. തീർച്ചയായിട്ടും അല്ലാഹു തആല മനുഷ്യ മക്കളെ, ആദമിന്റെ മക്കളെ മരണം കൊണ്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഒതുക്കിയിരിക്കുന്നു. ഇന്നല്ലാഹ അദല്ല ബനീ ആദമ ബിൽ മൗത്ത് വജഅല അദ്ദുന്യാ ദാറ ഹയാത്തിൻ സുമ്മ ദാറ മൗത്ത്. ആദമിന്റെ മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണം കൊണ്ട് ഒതുക്കിയിരിക്കുന്നു. അല്ലാഹു പറയുകയാണ്, അല്പമെങ്കിലും മനുഷ്യരെ ഒതുങ്ങാൻ കാരണം മരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്നല്ല വജഅല ദുന്യാ ദാറ ഹയാത്തിൻ സുമ്മ ദാറ മൗത്ത്. ഈ ഇഹലോകത്തെ, ദുനിയാവിനെ അവരുടെ ജീവിത വീടും എന്നല്ല പിന്നീട് മരണ വീടുമാക്കി. ഈ ദുനിയാവിൽ കുറച്ചു കാലം അവർ ജീവിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു. സുമ്മ ദാറ മൗത്ത് വജഅലൽ ആഖിറത ദാറ ജസാഅ സുമ്മ ദാറ ബഖാ. പിന്നീട് പരലോകത്ത് അല്ലാഹു തആല പ്രതിഫലത്തിന്റെ, രക്ഷയോ ശിക്ഷയോ ആയ പ്രതിഫലത്തിന്റെ വീടാക്കി മാറ്റി. സുമ്മ ദാറ ബഖാ, രക്ഷയായാലും ശിക്ഷയായാലും എന്നെന്നും ശേഷിക്കുന്ന ശാശ്വതമായ വീടാക്കി കൊടുത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇതിന്റെ ഗൗരവം. എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണിത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മരണമെന്ന ഒന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരും കീഴ്പ്പെടില്ലായിരുന്നു. ഇനി മരണം അല്ലാഹു തആല നൽകിയത്, ഈ ദുനിയാവിലെ ഗതിവിഗതികൾ അല്ലാഹു നൽകിയത് മനുഷ്യൻ കീഴ്പ്പെടാനാണ്. ആരാണ് നേരെ ചൊവ്വേ ജീവിക്കുക എന്ന് നോക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എന്നാൽ അതിന്റെ മുമ്പിൽ നാം കാണുന്നത് രണ്ടു ചിത്രങ്ങളാണ്. ഇതിനു മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അല്ലാഹു പറഞ്ഞത് കേട്ട് കൃത്യമായി ജീവിക്കുന്നവർ. മാനുഷികമായി അല്പസ്വല്പ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, അല്ലാഹു പുറത്തു കൊടുക്കും. പിന്നീട് നമ്മുടെ പരാമർശങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ ഒന്നാമത് കാണുന്ന ചിത്രം അല്ലാഹുവിനെ അനുസരിക്കുന്ന കക്ഷിയുടെ ചിത്രം. രണ്ടാമത്തേതോ അല്ലാഹുവിനോട് നന്ദികേട് മാത്രം കാണിക്കുന്ന ഒരു ഖൗമിന്റെ ചിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് രണ്ടും കൂടെ മുന്നിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. വഹുവൽ അസീസുൽ ഗഫൂർ. വഹുവൽ അസീസുൽ ഗഫൂർ. ഉറപ്പാണ്. രണ്ട് ചിത്രങ്ങൾ ഭൂലോകത്ത് കാണുന്നു എന്നതുകൊണ്ട് ആ രണ്ട് ചിത്രത്തിലുള്ളവർ അതാ അല്ലാഹു തആല പ്രതീക്ഷ നൽകുകയാണ്, ഭയം നൽകുകയാണ്. പിടുത്തം വിട്ട് ജീവിക്കുന്ന കക്ഷി അല്ലാഹുവിന്റെ നിയമവിലക്കുകളൊന്നും അവർക്ക് ബാധകമല്ല. എല്ലാം കാറ്റിൽ പറത്ത് ജീവിക്കുന്നവരോട് പടച്ച റബ്ബ് പറയുകയാണ്, വേണ്ട മക്കളെ,
എന്റെ ഭക്ഷണം കഴിച്ചു, എന്റെ വെള്ളം കുടിച്ചു, എല്ലാം എന്റെ ഇത് കഴിച്ചു കഴിഞ്ഞുകൂടുന്ന നിങ്ങളുണ്ടല്ലോ, എന്നോട് ധിക്കാരം കാണിച്ചു ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ഇത് പലപ്പോഴും നിങ്ങൾക്ക് അപകടം ചെയ്യും. നിങ്ങൾ എന്തു ചെയ്താലും അതിനൊന്നും നിങ്ങളെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത, അതിനൊന്നും നിങ്ങളോട് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട തമ്പുരാനല്ല ഞാൻ. ഇതാണ് ഒന്നാം വചനം പഠിപ്പിക്കുന്നത്. വഹുവൽ അസീസ്, അല്ലാഹു പ്രതാപിയാണ്, പടച്ച റബ്ബ് പ്രതാപശാലിയാണ്. അവൻ നിങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം കഴിവുള്ളവനാണ്. നിങ്ങളെ ചോദ്യം ചെയ്യും, ഇരുത്തേണ്ടടുത്തിരുത്തും, ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ അല്ലാഹുവിനറിയാം. വഹുവൽ അസീസ്. എന്നാൽ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീങ്ങുന്നതിന്റെ ഇടയിൽ തന്നെ മാനുഷികമായി തെറ്റുകുറ്റങ്ങൾ വന്നുപോകുന്ന ഒരു വിഭാഗം. എവിടെയോ ഒരു തെറ്റ് കിട്ടിയാൽ, എന്റെ അടിമ എന്നോടൊരു അരുതായ്മ ചെയ്തു കിട്ടിയാൽ അവനെ നേരെയാക്കാമായിരുന്നു എന്ന് കരുതി നടക്കുകയാണോ? നിസ്തുലനായ ദയാലുവായ തമ്പുരാൻ പ്രതികാരദാഹത്തോടെ നിൽക്കുന്നവനാണോ? ഒരിക്കലുമല്ല. വഹുവൽ അസീസുൽ ഗഫൂർ. എന്തു തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണീരൊലിപ്പിച്ചങ്ങ് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രം കണ്ണുള്ളവനാണ്, വിശാല മനസ്സുള്ളവനാണ്, നിങ്ങളോട് കൊടുക്കാൻ കഴിയുന്നവനാണ്. വഹുവൽ അസീസുൽ ഗഫൂർ. ഇതാണ് അല്ലാഹു തആല ഈ രണ്ട് ഗുണങ്ങളും കൂടെ അങ്ങനെ കൂട്ടിപ്പറയാൻ കാരണം. പിടുത്തം വിട്ട ധൈര്യം വേണ്ട കേട്ടോ. എന്തായാലും റബ്ബിനെ എന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന പിടുത്തം വിട്ട ധൈര്യം അത് വേണ്ട. അതുപോലെ തന്നെ എന്തോ ഒരു തെറ്റ് വന്നു പോയാൽ ഇനി ഞാൻ ഏതായാലും നരകത്തിലേക്ക് തന്നെ എന്ന് കരുതി എല്ലാ നന്മകളിൽ നിന്നും അകലുന്ന സ്വഭാവം അതും വേണ്ട. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് വഹുവൽ അസീസുൽ ഗഫൂർ എന്ന വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. തൻസീലൽ അസീസുർ റഹീം. ഒന്നല്ലാഹുവിന്റെ പ്രതാപത്തെ എടുത്തു കാണിക്കുന്ന ഗുണം, ഒന്നല്ലാഹുവിന്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ എടുത്തു കാണിക്കുന്ന ഗുണം. ഇത് രണ്ടും സാധാരണ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലപ്പോഴായി പറയുന്നതാണ്. ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഒരു മുസൽമാൻ നിൽക്കേണ്ടത് ബൈനൽ ഖൗഫി വറജാ, ശക്തമായ ഭയത്തിന്റെയും അല്ലാഹു എന്തായാലും എന്നെ പിടിച്ചു സൂക്ഷിക്കുമെന്ന പേടി, വഹുവൽ അസീസ്, അല്ലാഹു എന്തായാലും എനിക്ക് പുറത്തു തരാതിരിക്കില്ല എന്ന പ്രതീക്ഷ, ബൈനൽ ഖൗഫി വറജാ, ആശങ്കയുടെയും പ്രതീക്ഷയുടെയും നടുക്കാണ് കേട്ടോ വിശ്വാസി ഉണ്ടാവേണ്ടത്. അപ്പോഴേ ആശങ്കയുണ്ടാകുമ്പോഴേ എന്തായാലും ഞാൻ പെടുവോ, റബ്ബെന്നെ നരകാഗ്നിയിലിട്ട് ശിക്ഷിക്കോ എന്ന് തോന്നുമ്പോഴേ അവന് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. എന്തോ കുറച്ച് തിന്മകളൊക്കെ വന്നതിന്റെ പേരിൽ നീ എന്തായാലും പുറത്തു തരില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവൻ നന്മയിലേക്ക് വരില്ല. ഏതായാലും നരകത്തിലേക്കല്ലേ, ഇനി ഭൂമിയെങ്കിലും സ്വർഗമാകട്ടെ എന്ന് കരുതും. അതുമല്ല, നിങ്ങൾക്ക് പുറത്തു തരാൻ കഴിയുന്നവനാണെന്ന് പറയുമ്പോ ഇനി നന്മകൾ അധികരിപ്പിച്ചാൽ പുറത്തു തരും റബ്ബ് എന്ന് പറയുമ്പോൾ നന്മ അധികരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു ഘടകങ്ങൾ ഒരുമിച്ച് പോകണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വല്ലാത്ത ഒരു വാക്ക് കാണാം. അത് നിസ്തുലമായ വാക്കാണ്. അങ്ങനെ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ പറയുന്നു, ലൗനൂദിയ ലയദ്ഖുലന്നൽ ജന്നത ജമീഉൽ ഖൽഖി ഇല്ലാ റജുലൻ വാഹിദാ ലഖിഫ്തു അൻ അകൂന അന ദാലികർ റജുൽ. മാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗനൂദിയ, ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടാൽ, ഒരു അനൗൺസ്മെന്റ് പടച്ചറപ്പിന്റെ ഭാഗത്തു നിന്ന് ഞാൻ കേട്ടു എന്ന് വെക്കുക, അല്ലെങ്കിൽ തിരുനബി പറഞ്ഞു എന്ന് വെക്കുക. എന്താണ് അനൗൺസ്മെന്റ്? ലൗനൂദിയ, വിളിച്ചു പറയപ്പെട്ടാൽ, ലയദ്ഖുലന്നൽ ജന്നത ജമീഉൽ ഖൽഖ്, എല്ലാ മനുഷ്യരും സൃഷ്ടികളൊന്നടങ്കം സ്വർഗത്തിൽ കടക്കും. ഇല്ല, എത്ര ആളുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കാനുണ്ട്. ചീത്ത ജനങ്ങളുടെ പട്ടികയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരാൾ സ്വർഗത്തിൽ കടക്കൂല, ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തിൽ കടക്കും. അയാള് നരകത്തിലേക്കാണെന്ന് പറഞ്ഞാൽ ലഖിഫ്തു അൻ അകൂന അന ദാലികർ റജുൽ, ആ മനുഷ്യൻ, ആ ഒഴിച്ചു നിർത്തിയ മനുഷ്യൻ ഞാനാകുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിച്ചിരിക്കും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, വലൂനൂദിയ, അതേ സമയത്ത് പടച്ചറബ് മറ്റൊരു അനൗൺസ്മെന്റ് പടച്ചറബിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതെന്താ?
ലയദ്ഖുലന്നന്നാറ ജമീഉൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളും നരകത്തിൽ കടക്കും. ഇല്ലാ റജുലൻ വാഹിദാ, ഒരൊറ്റ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കടക്കൂ എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹുവിന് മുകളിലും സങ്കല്പിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് പറയാൻ ലാ റജൗതു അൻ അകൂന ദാലിക റജുൽ അന ദാലിക റജുൽ, മനുഷ്യൻ ഞാനാകുമോ എന്ന പ്രതീക്ഷയും എനിക്ക് നഷ്ടപ്പെടില്ല. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരാതിരിക്കില്ല എന്ന ഒരു പ്രതീക്ഷ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. മഹാനവറുകൾ പറയുകയാണ്. ഇതാണ് നമ്മൾ ഈ ചിന്തിക്കേണ്ടത്. അതാണ് വഹുവൽ അസീസുൽ ഗഫൂർ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അതാണ്